സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയിൽ സംവിധായകനും മേലെയുള്ള താരങ്ങളുടെ ഇടപെടലുകളും നിർദ്ദേശങ്ങളും പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ ചിത്രത്തിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ആ രംഗത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാറുണ്ട്. അടുത്ത വില്ലൻ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്തും അങ്ങനൊരു സംഭവം ഉണ്ടായി. മോഹൻലാലിന് പിറന്നാളാശംസകൾ അറിയിച്ചുള്ള തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആ ഭാഗം ഇങ്ങനെ: ഏതൊരു സംവിധായകനെയും എഴുത്തുകാരനെയും കാണിയെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മാജിക് എപ്പോൾ വേണമെങ്കിലും മോഹൻലാലിൽ നിന്ന് സംഭവിക്കാം. വില്ലനിൽ സിദ്ദിഖും മോഹൻലാലും തമ്മിലുള്ള ഒരു സീനുണ്ട്. മുഴുവൻ സംഭാഷണങ്ങളും സിദ്ദിഖിൻ്റേതാണ്. ആ രംഗത്തിലുടനീളം മോഹൻലാൽ കണ്ണുകൾ നിലത്തുനിന്ന് ഉയർത്താതെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. സീനിൻ്റെ അവസാനം ഒരു പ്രധാനപ്പെട്ട സംഭാഷണം സിദ്ദിഖ് പറയുമ്പോൾ ഞാൻ അടുത്ത് ചെന്ന് ലാൽ സാറിനോട് ചോദിച്ചു, ഇവിടെ സിദ്ദിഖിനെ നോക്കണമോ എന്ന്. എനിക്ക് താഴെ തന്നെ നോക്കാനാണ് തോന്നുന്നത്, വേണമെങ്കിൽ ഞാൻ സിദ്ദിഖിനെ നേരെ നോക്കാം എന്നാണ് എന്നോട് മറുപടി പറഞ്ഞത്. വേണ്ട, അങ്ങനെ തോന്നുന്നെങ്കിൽ താഴെ തന്നെ നോക്കിയാൽ മതി എന്ന് ഞാനും പറഞ്ഞു. അത്തരം നിമിഷങ്ങളിൽ ഒരു വലിയ നടൻ്റെ തോന്നലുകളെ സംവിധായകൻ വിശ്വസിക്കണം. ഇപ്പോൾ ആ സീൻ എഡിറ്റ് ചെയ്തപ്പോൾ ആ നിൽപ്പിൻ്റെ തീഷ്ണത കണ്ട് ഞാൻ അമ്പരന്ന് പോയി. ഇതൊന്നും അറിയാതെ എൻ്റെ എഡിറ്റർ ഷമീർ പറഞ്ഞു, ലാൽ സാറ് പൊളിച്ചു കേട്ടോ. എന്താണേലും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ ലാലേട്ടൻ ഞെട്ടിച്ച ആ സീനിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.